നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പോൾ എടുത്ത ടെസ്റ്റുകളുടെ റിപ്പോർട്ട് നോക്കിയപ്പോൾ നിങ്ങളുടെ കുഞ്ഞൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. മുഴുവൻ CCTV ദൃശ്യങ്ങളും എടുക്കണം. ശരി സർ. പിന്നെ നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് ഒരു റിട്ടേൺ കംപ്ലൈന്റ് എഴുതി തരണം. ശരി സർ. താങ്ക്സ് അർച്ചന, വിവരങ്ങൾ തന്നതിന്. അർച്ചനയുടെ സന്ദർഭോചിതമായ ഇടപെടൽ കാരണമാണ് കുഞ്ഞിനെ തിരികെ കിട്ടിയത്. ഞാൻ മാത്രമല്ല സർ, ഇവരെല്ലാവരും എന്നോടൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ടാ എനിക്കതിന് സാധിച്ചത്. സാറിന്റെ അഭിനന്ദനം ഇവർക്കും കൂടി അവകാശപ്പെട്ടതാ. ആയിക്കോട്ടെ, എന്നാ ശരി. ഇനി ഞങ്ങളെ ജോലി ചെയ്തോളാം. അയാളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യും. വരട്ടെ. അർച്ചനയോട് എങ്ങനെ നന്ദി പറയണോന്ന് എനിക്കറിയില്ല. ഞാനും എന്റെ മോളും എന്നും അർച്ചനയോട് കടപ്പെട്ടിരിക്കും. അയ്യോ, നന്ദിയുടെ ഒന്നും ആവശ്യമില്ല ചേച്ചി. എന്റെ മോൾക്കാണിത് സംഭവിച്ചിരുന്നെങ്കിലും ഞാൻ ഇത് തന്നെ ചെയ്യും. ഈ മക്കള് തമ്മിൽ എനിക്ക് എന്താ വ്യത്യാസം? ഇനിയും നിന്ന് സമയം കളയണ്ട, മോളെ വാക്സിൻ എടുപ്പിക്കുക. ദാ ചെല്ല്. നിങ്ങൾ കുറച്ചു നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. കുഞ്ഞിനെ കാർഡിയോ സർജനെ കൂടി ഒന്ന് കാണിക്കണം. സിസ്റ്റർ, എന്തിനാ? എടുത്തി. എന്തായി? എല്ലാം ഓക്കെ അല്ലേ? മാഡം പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തു. പക്ഷേ ആ അർച്ചനയാണ് മാഡം നമ്മുടെ എല്ലാ പ്ലാനും തകർത്തത്. ഒന്ന് രണ്ട് ടെസ്റ്റ് കൂടെ ചെയ്യാനുണ്ട്. കാർഡിയോ സർജനുമായി ഞാൻ സംസാരിച്ചു. എൻ്റെ ഊഹം ശരിയായിരുന്നു. ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ പാനിക് ആവരുത്. എന്താ ഡോക്ടർ? എന്താണെങ്കിലും പറയൂ. ഇപ്പോൾ എടുത്ത ടെസ്റ്റുകളുടെ റിപ്പോർട്ട് നോക്കിയപ്പോൾ നിങ്ങളുടെ കുഞ്ഞൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ വാൽവിൽ ഒരു ഹോളുണ്ട്. അതുകൊണ്ടാണ് ബ്രീത്തിങ് സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നതും വല്ലാതെ കരയുന്നതും. ഒരു സർജറി കൂടി മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ പ്രായത്തിൽ ആ സർജറി ചെയ്യാനാവില്ല. ഒരു വയസ്സെങ്കിലും കഴിയണം അതിന്. അതുവരെ മരുന്ന് കൊടുക്കണം. റൂമിലേക്ക് വന്നാൽ മതി, ഞാൻ മരുന്ന് എഴുതി തരാം.
കൂടുതൽ നേരം കരയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ മരുന്ന് കൊടുക്കണം. എന്നിട്ടും കരച്ചിൽ മാറുന്നില്ലെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവരണം. കാർഡിയോ സർജൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ചില കുഞ്ഞുങ്ങൾക്ക് 1 വർഷം മരുന്ന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ സർജറി ഒഴിവാകും. മരുന്നിൽ തന്നെ ശരിയായെന്നും വരും. അത് നിങ്ങളുടെ ലക്കവുലിരിക്കും. എന്തായാലും മരുന്ന് മുടങ്ങാതെ കൊടുക്കണം. ശരി ഡോക്ടർ. ഞാൻ മുറിയിലുണ്ടാവും. വന്നാൽ മതി. മരുന്ന് ഞാൻ എഴുതിത്തരാം. സന്ദീപ്, ഈ സമയത്ത് നമ്മൾ തകർന്നു നിന്നിട്ട് കാര്യമില്ല. ഇനി അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ആലോചിക്കേണ്ട. എനിക്കൊന്നും അറിയില്ല എടുത്തി. എന്റെ കയ്യും കാലൊന്നും ഉറക്കുന്നില്ല. എന്റെ കാര്യം ഓർത്തിട്ടല്ല. ആതിരയോട് ഞാനിതൊക്കെ എങ്ങനെയാ പറയുന്നത്? എഴുതി നമുക്കിതിപ്പോ ആതിരയോട് പറയണോ? ഡോക്ടർ പറഞ്ഞതുപോലെ ചിലപ്പോ മരുന്നുകൊണ്ട് നമ്മുടെ മോളുടെ അസുഖം മാറിയല്ലോ. 1 വർഷം കഴിഞ്ഞ് സർജറി വേണമെങ്കിൽ മാത്രം ആ സമയത്ത് അവളെ അറിയിച്ച പോരെ? ശരിയാ, നമ്മുടെ അവസ്ഥ മറ്റാർക്കും നമ്മളായിട്ട് കൊടുക്കണ്ട. പക്ഷേ 1 വർഷം മരുന്ന് മുടങ്ങാതെ കൊടുക്കണം എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അപ്പൊ പിന്നെ അതിനെ അറിയിക്കാതെ എങ്ങനെയാ? അത് നീ ഓർക്കണ്ട. മറ്റാരും അറിയാതെ മോൾക്ക് മരുന്ന് ഞാൻ കൊടുത്തോളാം. അതിനെന്തെങ്കിലും വഴി ഈശ്വരൻ കാണിച്ചു തരും നമുക്ക്. എടുത്തി നമ്മുടെ മോക്കൊന്നും സംഭവിക്കില്ല. അമ്മയുടെ സ്ഥാനത്ത് ഈ വല്യമ്മ ഉണ്ടാവും. എടുത്തി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി വീട്ടിലേക്ക് പോകും. ഞാൻ ടെസ്റ്റ് റിപ്പോർട്ടെല്ലാം വാങ്ങിയിട്ട് വന്നോളാം. വാക്സിൻ എടുത്തിട്ട് ഞാനും മോളും പോവാം. സന്ദീപ് വന്നാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.